ആരോഗ്യമന്ത്രി വീണ ജോർജിന് ആക്രമണമേറ്റ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് പ്രത്യേക സുരക്ഷ. പ്രതിപക്ഷ നേതാവിനൊപ്പം 10 പേരടങ്ങുന്ന QRT സംഘം പ്രതിപക്ഷ നേതാവിനെ അനുഗമിക്കും. അതാത് ഡിവൈഎസ്പിമാർക്ക് സുരക്ഷാ ചുമതല നൽകും. പരിപാടി നടക്കുന്ന പ്രദേശങ്ങളിൽ കൂടുതൽ പോലീസുകാരെ വിന്യസിക്കും. പുതുയുഗ യാത്ര ഇന്ന് ആലപ്പുഴ ജില്ലയിലെ 6 മണ്ഡലങ്ങളിലാണ് പര്യടനം നടത്തുന്നത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ KSU പ്രതിഷേധത്തിനിടെയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കഴുത്തിന് കഴിഞ്ഞ ദിവസം പരിക്കേറ്റത്. കരിങ്കോടി പ്രതിഷേധത്തിനിടെയാണ് സംഭവം. മന്ത്രിയുടെ കഴുത്തിനും കൈയിലും പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മന്ത്രിയെ മാറ്റി, പിന്നീട് പരിയാരം മെഡിക്കൽ കോളേജിലേക്കും മാറ്റി. വന്ദേ ഭാരതിൽ യാത്ര ചെയ്യാനെത്തിയപ്പോൾ ടിക്കറ്റ് കൗണ്ടറിന് അടുത്ത് വെച്ചായിരുന്നു പ്രതിഷേധമുണ്ടായത്. യാത്ര പിന്നീട് റദ്ദാക്കി. കണ്ണൂരിൽ പലയിടത്തും കഴിഞ്ഞ ദിവസങ്ങളിലായി മന്ത്രിക്കെതിരെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പോലീസ് വലയം ഭേദിച്ച് മന്ത്രിയെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു എന്നാണ് CPM പറയുന്നത്. മന്ത്രിക്കൊപ്പം സ്പീക്കർ ഷംസീറും ഉണ്ടായിരുന്നു. CPM ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിലെത്തി മന്ത്രിയെ കണ്ടു. മുഖ്യമന്ത്രിയും ആശുപത്രിയിലെത്തി മന്ത്രിയെ കണ്ടിരുന്നു. മന്ത്രിക്ക് പരിക്കേറ്റതോടെ സംസ്ഥാനത്ത് വ്യാപകമായ അക്രമ സംഭവങ്ങളാണ് നടന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷ നേതാവിനും സുരക്ഷയൊരുക്കുന്നത്. അതേസമയം ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കഴുത്തിന് നേരിയ ക്ഷതമാണുള്ളത്. കഴുത്തിന്റെ പരിക്ക് മൂലം വലത് കൈയിൽ മരവിപ്പുണ്ട്. ഇടത് കൈയിലും നേരിയ ക്ഷതം. MRI സ്കാനിങ്ങിൽ ഗുരുതര പ്രശ്നമില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. മെഡിക്കൽ ബോർഡ് ചേർന്ന് കൂടുതൽ വിവരങ്ങൾ അറിയിക്കുമെന്നാണ് അവിടെ നിന്നും പുറത്തുവരുന്ന വാർത്ത. മന്ത്രി വീണയെ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങൾ ഇതുവരെയും കിട്ടിയിട്ടില്ല. റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ RPF പരിശോധിച്ചു. കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലാണ് വീണ ജോർജിന് വിദഗ്ധ പരിശോധന നടത്തിയത്. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് മന്ത്രിയെ പരിയാരത്ത് എത്തിച്ചത്.